പ്രിയൻ, ഈ പാൽഗാം അറ്റാക്കിന് പിന്നാലെ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. എന്താണ് പറയാനുള്ളത്? അതായത് അതിരൂക്ഷമായ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ശക്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള നയതന്ത്ര ബന്ധവും ഇന്ത്യ അവസാനിപ്പിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള പാകിസ്ഥാനിൽ നിന്നുള്ള ഹൈക്കമ്മീഷണറെ ഇന്ത്യ തിരിച്ചയക്കാൻ, പ്രതിഷേധം അറിയിക്കാനും തിരിച്ചയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ സ്ഥാപനം, ഇവിടുത്തെ സ്ഥാനം ഉള്ള അവരുടെ പ്രതിനിധി സംഘത്തെ തന്നെ തിരിച്ചയക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ എംബസിയും അടച്ചുപൂട്ടും. എംബസി അടച്ചുപൂട്ടി അവരുടെ, അതായത് ഇന്ത്യൻ ടെറിട്ടറിക്കകത്തുള്ള പാകിസ്ഥാൻ്റെ സ്വത്താണ് ശരിക്കും പാകിസ്ഥാൻ നൽകപ്പെട്ടിട്ടുള്ള, അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന എംബസി എന്ന് പറയുന്നത്. ആ എംബസി പൂർണ്ണമായി ഇന്ത്യ പിടിച്ചെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇവർക്ക് ആ ഉദ്യോഗസ്ഥരെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലുള്ള നമ്മുടെ ഹൈക്കമ്മീഷണറെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിക്കാനും നമ്മളുടെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുമായിട്ടുള്ള തീരുമാനം സർക്കാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൈനിക നടപടിയും ആലോചിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് സർക്കാർ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തിരിച്ചടി, അതായത് ഏറ്റവും രൂക്ഷമായിട്ടുള്ള തിരിച്ചടി തന്നെ നൽകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷേ സൈനിക നടപടികളിലേക്ക്, അതായത് പാകിസ്ഥാന് കനത്ത മറുപടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സൈനിക നടപടിയിലേക്ക് കടക്കാൻ ഇന്ത്യ ആലോചിക്കുന്നതായും വാർത്തകൾ വരുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെത്താൻ പാക് സ്വദേശികൾക്ക് അനുവദിച്ചിരുന്ന വിസയും റദ്ദാക്കുകയാണ്. ഇന്ത്യക്ക് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകണ്ട എന്നുള്ളതും കൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കർത്താപൂർ ഇടനാഴി അടയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വ്യാപാര കരാറുകളും, നേരിട്ടും അല്ലാതെയുമുള്ള പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ വ്യാപാര കരാറുകളും റദ്ദാക്കും പൂർണ്ണമായിട്ടും. അതായത് പാകിസ്ഥാനുമായി ഇനി ഒരു ബന്ധവും പുലർത്താൻ ഇന്ത്യക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം അത്രയും വിഷവിത്തായിട്ടുള്ള ഒരു രാജ്യത്തിന്, ലോകം മൊത്തം വിനാശം മാത്രം സമ്മാനിക്കുന്ന ഒരു രാജ്യത്തിനോട് ഒപ്പം നിൽക്കേണ്ട കാര്യമില്ല, അതുമായിട്ട് സഹകരിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യത്തിൽ ഇന്ത്യ പൂർണ്ണമായ ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യം വഴിയും ഇന്ത്യയിലേക്ക് ആർക്കും ഇനി എത്താൻ കഴിയില്ല. സാധാരണ തീവ്രവാദികളൊക്കെ ആശ്രയിക്കുന്ന നേപ്പാളിലോ ഭൂട്ടാനിലോ ബംഗ്ലാദേശിലോ ഒക്കെ പോയിട്ടാണ്. ഇനി ബംഗ്ലാദേശിൻ്റെ കാര്യം കുറച്ച് മുമ്പേ തന്നെ അടഞ്ഞിട്ടുണ്ട്. ഈ നേപ്പാളോ ഭൂട്ടാൻ ഉപയോഗിക്കും, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം ശ്രീലങ്കയിൽ പോയിട്ട് ഇന്ത്യയിലേക്ക് വരും, അതുപോലും ഇനി കഴിയില്ല. ഒരു പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള ഒരാൾക്കും ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പാകിസ്ഥാനുമായി സഹകരണം ഇല്ലാതാക്കുന്നത്, അതുപോലെ പാകിസ്ഥാൻ പാസ്പോർട്ട് മാത്രമല്ല, മുൻപ് പാകിസ്ഥാനി ആയ ആളെ പോലും ഇന്ത്യയിലേക്ക് കയറും. മറ്റൊരു രാജ്യങ്ങളിൽ പോയിട്ട് വരുന്നവരെ ഇന്ത്യ സ്വീകരിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ കനേഡിയൻ സിറ്റിസണായി. പക്ഷേ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഈ പറയുന്ന റാണയും ഒക്കെ അമേരിക്കൻ സിറ്റിസൺസാണ്. അവരവിടെ നിന്നാണ് തിരിച്ച് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നത്, അതുപയോഗിച്ചാണ് വന്നത്. അപ്പം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത്. ആ അപകടവും കൂടെ മുന്നിൽ കണ്ട് അതിനെ കൂടെ പ്രതിരോധിക്കാനുള്ള നീക്കവും ഇന്ത്യ നടത്തുന്നുണ്ട്. പാകിസ്ഥാനുമായുള്ള സഹകരണം ഇല്ലാതാക്കുന്നതിൻ്റെ ഭാഗമായി വാഗ, ഹുസൈൻവാല, RS പുര അതിർത്തികൾ അടയ്ക്കാനുള്ള തീരുമാനവും, അവിടെ നടക്കാറുള്ള പതാക താഴ്ത്തൽ, ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങുകൾ ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന് സൂചനയുണ്ട്. പാകിസ്ഥാനിലെ കർഷകർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന നദീജലം പങ്കിടുന്ന ഒരു ട്രീറ്റിയാണത്. അതും അവസാനിപ്പിക്കാനും തീരുമാനിക്കുന്നുണ്ട്. പഹൽഗാമിലെ സംഭവവികാസങ്ങൾ UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളോട് വിശദീകരിക്കും ഇന്ത്യ. പാകിസ്ഥാന്റെ പങ്ക് വിശദീകരിക്കുന്ന തെളിവുകളും കൈമാറും. പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുക എന്നത് നയതന്ത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള സംഘടന ആണ് എന്ന രീതിയിലാണ് ഇതിന്റെ വാർത്തകളൊക്കെ വരുന്നത്. രേഖാചിത്രം അടക്കം തയ്യാറാക്കുന്നു. 2019 ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ആ സംഘടന പാകിസ്ഥാൻ ഇത് നിഷേധിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതായത് പാകിസ്ഥാൻ എല്ലാ കാലത്തും അങ്ങനെയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ അയ്യോ ഞങ്ങൾക്കൊന്നും അറിയില്ല. ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള റെഗുലർ സോൾജേഴ്സിനെയാണ് താലിബാൻ എന്ന പേരിൽ അയച്ചത്. സ്വന്തം പട്ടാളക്കാരെ തീവ്രവാദികളായിട്ട് അയക്കാനായിട്ട് ഏത് കൂട്ടിക്കൊടുപ്പിനും ഒരു മടിയുമില്ലാത്ത ഒരു നെറികെട്ട കൃമികളുടെ രാജ്യമായിട്ട് പാകിസ്ഥാൻ എത്രയോ തവണ അധപതിച്ചിട്ടുണ്ട്. അവർക്ക് ഇതൊരു പുതിയ കാര്യമല്ല, അവരെന്തും ചെയ്യും. അവർക്ക് ഈ പറയുന്ന ബന്ധങ്ങൾ പോലും, അതായത് വ്യക്തിബന്ധങ്ങൾ പോലും സൂക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു രാജ്യമായിട്ടാണ് അവർ അധപ്പതിച്ചത്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് പുലർത്തുന്ന മിനിമം മര്യാദകളുണ്ട്, അതുപോലെ ഒരു രാജ്യത്തോട് അവർക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. ആരുമായിട്ടാണ് പാകിസ്ഥാൻ നല്ല ബന്ധമുള്ളത്? ഇറാനുമായിട്ടോ? തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ഇറാനോ അഫ്ഗാനിസ്ഥാനോ ഇന്ത്യയോ? ചൈന അടിമയായിട്ട് വെച്ചേക്കുക. ചൈന 2 തട്ട് കൊടുക്കും ഇടയ്ക്ക്. എന്നിട്ട് ചൈന ഈ ഇടയ്ക്ക് വരെ പാകിസ്ഥാൻ അപേക്ഷിക്കുകയാണ് ചെയ്തത്. ചൈന എന്ത് ചെയ്തു? അവരുടെ ഖുറാൻ്റെ എല്ലാ കാര്യങ്ങളും ഇത്തരം മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ നിയന്ത്രിതമായിട്ട് മാത്രമേ അവരവിടെ പഠിപ്പിക്കുകയുള്ളൂ. അതിൽ 69 പേജ് മാത്രം
ഖുറാനിൽ നിന്ന് സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്തിട്ട് അവർ ഇത് മാത്രം പഠിച്ചത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഖുറാൻ ചൈന പുറത്തിറങ്ങി. ഇതോടുകൂടി പാകിസ്ഥാൻ വലിയ അസ്വസ്ഥതയായി. പാകിസ്ഥാൻ അപേക്ഷിച്ചു, നിങ്ങൾ ആ ഒരു കാര്യം പിൻവലിക്കണം, യഥാർത്ഥ ഖുറാൻ പഠിക്കാൻ അനുവദിക്കുന്നത്. ചൈന ചെവിക്കൊണ്ടതായിട്ട് കേട്ടതായിട്ട് പോലും നടിച്ചിട്ടില്ല. അത്തരത്തിലാണ് പാകിസ്ഥാൻ അടിമയെ പോലെ നമ്മൾ എങ്ങനെ പറയില്ലേ, സാധാരണഗതിയിൽ പറയില്ലേ, ഒരു പട്ടിക്ക് വളർത്തുന്ന പോലും മിനിമം പട്ടിക്ക് കൊടുക്കുന്ന ഒരു മര്യാദ പോലും ചൈന പാകിസ്ഥാന് കൊടുക്കാറില്ല. അങ്ങനെ അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ചൈന പോലും പാകിസ്ഥാനെ കണക്കാക്കുന്നത്. ഈ സമയത്ത് ഇന്ത്യ ശക്തമായ നിലപാടെടുത്തില്ലെങ്കിൽ ഇത്രയും നെറുകെട്ട ഒരു രാജ്യത്തിനെ നമ്മൾ കൂടുതൽ കാലം സഹിക്കേണ്ടി വരും. ഇനി ഒരു തരത്തിലുള്ളതായ ബന്ധങ്ങളും പാടില്ല. പൂർണ്ണമായിട്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 വർഷമായി യാതൊരു വളർച്ചയും ഇല്ലാത്തൊരു രാജ്യം കൂടിയാണ് എല്ലാ വിധത്തിലും. ഇപ്പോൾ ഈ ഇന്ത്യയുടെ ഉപരോധം കൂടി ആകുമ്പോഴേക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക, അതോടൊപ്പം തന്നെ ധനകാര്യ, എല്ലാ വിധത്തിലും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം താഴേക്ക് പോകും. സാമ്പത്തിക സ്ഥിതി ഏറ്റവും താഴേക്ക് പോകും. ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ ചെന്നെത്തും. അതോടൊപ്പം തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അടക്കം നടക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ഈ ഇന്ത്യ 21-ാം നൂറ്റാണ്ടിലെത്തിയിട്ട് അതിൻ്റെ കാൽഭാഗം പിന്നിടുകയാണ് ഇന്ത്യ, എല്ലാ രാജ്യങ്ങളും, ലോകം മൊത്തം. പക്ഷേ ഇന്ന് പാകിസ്ഥാൻ 21-ാം നൂറ്റാണ്ടിൽ കയറിയിട്ട് 5 വർഷം പോലും ആയിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ഇവർ പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പാകിസ്ഥാൻ 21-ാം നൂറ്റാണ്ടിൽ കയറിയിട്ട് 5 വർഷം ആയിട്ടില്ല. കാരണം ഉള്ള പണം മുഴുവൻ അവിടുത്തെ കുട്ടികളുടെ പട്ടിണി മാറ്റേണ്ടത്, അവരുടെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്, ചികിത്സ നൽകേണ്ടതായ മുഴുവൻ പണം അവർ തീവ്രവാദത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്ക് കണ്ടതാണ് 2 വർഷത്തിനുള്ളിൽ പാകിസ്ഥാനിൽ അരിക്ക് വേണ്ടിയിട്ട്, അരിക്കും ധാന്യങ്ങൾക്കും വേണ്ടിയിട്ട് അടികൂടി ആൾക്കാർ ഡ്രെയിനേജിൽ ഓടയ്ക്കകത്തും ഒക്കെ വീഴുന്ന ആ വിഷ്വലുകൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അത്ര പട്ടിണി, കടുത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തിയ രാജ്യമാണ്. അവരുടെ ഒരൊറ്റ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തീവ്രവാദം മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതാണ്. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ സംഘടനയാണ് ഈ ഭീകരപ്രവർത്തനം നടത്തുന്നത്. ഇവർ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്, അതാണ് വാസ്തവം. ഇവരുടെ ഹൈഡ് ഔട്ടുകൾ മുഴുവൻ പാകിസ്ഥാനുള്ളിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലാണ്. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഇവരുടെ ഓപ്പറേഷണൽ ഇത് ഈ പറയുന്ന ഹൈഡ് ഔട്ടുകളേ ഉള്ളൂ. അത് ചെറിയ അവർക്ക് വന്ന് ഇന്ത്യയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനായി. ബാക്കി മുഴുവൻ അവരിപ്പോഴും അവരുടെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ്. അതുമാത്രവുമല്ല, തെഹ്രീക്ക് താലിബാനും ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയും അടക്കം ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള, കാരണം നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഗൗരവമുള്ളതാണ് ഈ ആക്രമണം. ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 2 നേവി ഉദ്യോഗസ്ഥരാണ്. ഒരു IB ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒരു റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, ഒരു വ്യവസായി കൊല്ലപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ വളരെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാർ ഇന്ത്യയുടെ ഇൻ്റഗ്രൽ പാർട്ടായിട്ടുള്ള, അഭിവാജ്യ ഘടകമായിട്ടുള്ള കാശ്മീരിലെത്തുന്നു. ആ കാശ്മീരിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യയിലെ ഏത് സ്ഥലത്തും സന്ദർശിക്കുക, എവിടെയും പോകാമെന്നുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണത്. ആ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് രാജ്യത്ത് തുടരാൻ കഴിയില്ല? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് കാരണക്കാരായിരിക്കുന്ന ഏതൊരു വ്യക്തിയോ, ഏതൊരു സംഘടനയോ, ഏതൊരു രാജ്യമാകട്ടെ, അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കരുത്ത് ഇന്ത്യക്കുണ്ട്. ഇന്ത്യ തീർച്ചയായും ആ ഘട്ടത്തിലേക്ക് കടക്കുമെന്നുള്ളതിൻ്റെ സൂചനയാണത്. നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ യുദ്ധം പ്രഖ്യാപിക്കാൻ പോലും മടിക്കില്ല. ഒരു യുദ്ധ പ്രഖ്യാപനത്തിന് പോലും മടിക്കേണ്ട, അറിയിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. പാകിസ്ഥാൻ 3ആയി മുറിക്കപ്പെടും. ബലൂച്ചും സിന്ധും സെപ്പറേറ്റ് ആവും. പാകിസ്ഥാൻ എന്ന് പറയുന്നത് പിന്നെ ഒന്നുമില്ലാതാവും. അവിടുത്തെ ജനങ്ങളുടെ ദുരിതത്തിലേക്ക് പോകും എന്നുള്ളതാണ്. നമുക്കും ക്ഷീണമാണ് യുദ്ധം ഉണ്ടാക്കുന്നത്, വലിയ നഷ്ടം ഉണ്ടാക്കുന്നത്, നമുക്കും താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെ കിടന്ന് ഉപദ്രവിക്കുന്നവരോട് യുദ്ധമല്ലാതെ തെറിക്കുത്തരം മുറിപ്പത്തൽ, അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല ഉപമ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.